ഗുഡ് മോർണിംഗ്. ആനിയല്ലേ? അപ്പൊ എന്നെ മനസ്സിലായല്ലേ? എനിക്കും ഇതേ സ്വഭാവമാ. ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല. പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ. രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഇസ് ചുരിദാർ, സാൽവാർ കമ്മീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ PI സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. പുറത്താരോടും പറയരുത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ്. ഇത് വാഷിങ്ങിനല്ലേ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ? 501 വാഷ് വെൽ, സൺലൈറ്റ് എക്സെട്ര എക്സെട്ര. ഞാൻ പിയേഴ്സിനെ അഞ്ഞൂറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ചാ. വരട്ടെ. മാത്തച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി അല്ലട കറിയ ഒരുതരം പിന്നെ ആത്മബന്ധം. കറക്റ്റ്. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണമെന്നൊരു തോന്നൽ. നാല് ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ഛൻ്റെ പിള്ളേരെ അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ? അതെ, അതിപ്പോ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ? കിടന്ന് വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ മോനെ. മാത്തച്ഛന് കാശില്ലെന്നൊരു കുറവുള്ളൂ. നിന്നെ പോലത്തെ കൂത്താടിക്ക് തന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? സണ്ണി പ്ലീസ്, ആനിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ. എടാ കഴിവറുടെ മോനെ. എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണിച്ചേട്ടാ. ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? പറയട്ടെ. അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത്? എന്റെ ആനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അയ്യോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞോ. ആ കളവെ കെട്ടുന്ന കാര്യോ? പിന്നെ അന്നേ മാത്തൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ആനിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓഹോ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യൂദാസിന്റെ പതിപ്പാ നീ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിൻവലിക്കും. ഓടാ. കറിയച്ചേട്ടാ, ഗുഡ് മോർണിംഗ് സർ.